നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രോ റെസ്ലിംഗ് മലയാളം പറയുന്ന യൂട്യൂബ് ചാനലിന്. ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമെന്ന് തന്നെ. എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യും. ഒരു സബ്സ്ക്രൈബ് തൊട്ട് 1000 സബ്സ്ക്രൈബ് വരെ സപ്പോർട്ട് ചെയ്ത് എല്ലാ ആൾക്കാർക്കും വളരെ നന്ദിയുണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ഇരിക്കുന്നവർക്കും വളരെ നന്ദിയുണ്ട്. ഇതേപോലെ തന്നെ ഇനിയും സപ്പോർട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ് വെച്ചാൽ ജോൺ സീനയുടെ ഇഞ്ചുറി ഫേക്കാണ്. ജോൺ സീനയ്ക്ക് ഇങ്ങനെ ഒരു ഫേക്ക് ഇഞ്ചുറി വരുത്താൻ WWE ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ കാരണം എന്താണ് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ ജോൺ സീനയുടെ റെസ്ലിമേനിയ 35 പ്ലാന് ഒഫീഷ്യലായിട്ട് തന്നെ ലീക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഒന്ന് പോയേക്കാം. ജോൺ സീനയ്ക്ക് ഏത് മാച്ച് വെച്ച് ഇഞ്ചുറി സംഭവിച്ചതെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നമ്പർ 1 കണ്ടൻറ്ററിനെ തിരഞ്ഞെടുക്കുന്ന മാച്ച് നടന്നായിരുന്നു. ആ മാച്ചിൽ ഡ്രൂ മാക്കിൻ്റെയർ ജോൺ സീനയുടെ കാലിൽ ആങ്കോ ലോക്ക് ഇട്ടു. അങ്ങനെ ജോൺ സീനയുടെ കാലിൽ ഇഞ്ചുറി സംഭവിച്ചെന്ന് പറഞ്ഞാണ് ആ എപ്പിസോഡ് വെച്ച് തന്നെ കാണിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂസ് കിട്ടിയത് ജോൺ സീന റോയൽ റംബിൾ പങ്കെടുക്കത്തില്ല കാലിപ്പറ്റി ഇഞ്ചുറി കാരണം. അതേപോലെ റെസ്ലിമേനിയയിലും വരത്തില്ലെന്ന് പറഞ്ഞാണ് അന്ന് കിട്ടിയ ന്യൂസ്. ഇഞ്ചുറി സംഭവിച്ച ആ സമയത്ത് കിട്ടിയ ന്യൂസ്. ഇപ്പം ഈ ഇഞ്ചുറി ഫേക്ക് ആണെന്ന് പറഞ്ഞ് ഇപ്പം ന്യൂസ് കിട്ടിയിരിക്കുകയാണ്. ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് ജോൺ സീനയുടെ ആരാധകർ അറിഞ്ഞപ്പോൾ അവർക്ക് ഒട്ടും തന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജോൺ സീന ഇങ്ങനൊരു കാര്യം കാണിക്കുമെന്ന് അവരുടെ ജോൺ സീനയുടെ ഫാൻസ് ഒട്ടും തന്നെ വിചാരിച്ചില്ല. ഇതിനെതിരെ റൂമറുകൾ വന്നതെന്ന് എന്താണ് വെച്ചാൽ ജോൺ സീനയ്ക്ക് ഫെബ്രുവരി തൊട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകണം. അതിനുവേണ്ടി ജോൺ സീന പറഞ്ഞിട്ട് WWE ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഇഞ്ചുറിയാണെന്നാണ് റൂമറുകളൊക്കെ വന്നത്. ഇപ്പം എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുകയാണ് ജോൺ സീനയുടെ ഇഞ്ചുറി ഫേക്ക് ആണെന്ന് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ജോൺ സീന റോയൽ റംബിൾ വരാനും ചാൻസ് ഉള്ളതാണ്. ജോൺ സീന റോയൽ റംബിൾ കാണാൻ വളരെ ചാൻസ് ഉള്ളതാണ്. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് ജോൺ സീനയുടെ ഇഞ്ചുറി ഫേക്ക് ആണെന്ന്. അപ്പോൾ ജോൺ സീനയ്ക്ക് ഇനിയിപ്പം മാറാൻ പറ്റത്തില്ല. WWE വിട്ടും മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് WWE തന്നെ നിൽക്കാൻ സാധ്യത ഉള്ളതാണ് ജോൺ സീന. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജോൺ സീനയുടെ റെസ്ലിമേനിയ 35 പ്ലാൻ ഒഫീഷ്യലായിട്ട് തന്നെ ലീക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. ജോൺ സീനയുടെ റെസ്ലിമേനിയയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ജോൺ സീന വേഴ്സസ് ലാർസ് സാലുവന് ആയിട്ട് റെസ്ലിമേനിയ 35 വെച്ച് ഒരു മാച്ച് വെക്കാനാണ് ഇരുന്നത്. അതിനനുസരിച്ച് റൂമറുകൾ വന്നായിരുന്നു. ഇതിപ്പം ഒഫീഷ്യലായിട്ട് തന്നെ ലീക്ക് ചെയ്തിട്ടുണ്ട് ഈ ന്യൂസ്. ഇപ്പം ഇവരെ രണ്ടുപേരുടെ സ്റ്റോറി ലൈന് WWE ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് റോയൽ റംബിളിൽ ജോൺ സീന ലാർസ് സാലുവനെ റോയൽ റംബിളിനെ എലിമിനേറ്റ് ചെയ്യും. അത് വെച്ച് പിന്നെ ഉള്ള തുടർന്നുള്ള റോ എപ്പിസോഡിൽ വന്ന ലാർസ് സാലുവൻ വന്ന് അറ്റാക്ക് ചെയ്യും ജോൺ സീന. അത് വെച്ച് റെസ്ലിമേനിയ 35 ഇവർ രണ്ടൊരു മാച്ച് ജോൺ സീന വേഴ്സസ് ലാർസ് സാലുവൻ ഇങ്ങനെയാണ് WWE പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മാച്ച് ലാർസ് സാലുവനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലാർസ് സാലുവൻ ഒരു വലിയൊരു മാച്ച് തന്നെയാണ്. ജോൺ സീനയെ പോലെ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഒരു മാച്ച് റെസ്ലിമേനിയ 35 കിട്ടുകയാണെങ്കിൽ ലാർസ് സാലുവൻ ഒരു വലിയൊരു മാച്ചാണ്. ഇനിയും ഇങ്ങനൊരു മാച്ച് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. ലാർസ് സാലുവന് WWE 3 പ്രാവശ്യം ഡെബ്യൂട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ലാർസ് സാലുവന് ആ ഡെബ്യൂട്ടിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. അപ്പം അത് WWEക്ക് അത്ര പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ലാർസ് സാലുവന് വലിയൊരു പുഷായിരുന്നു. ഈ ജോൺ സീനയുടെ ഒരു മാച്ചൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞാൽ വലിയൊരു പുഷ് തന്നെയാണ് WWE കൊടുക്കാതിരുന്നത്. പക്ഷേ ലാർസ് സാലുവനായിട്ട് തന്നെ തട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരുടെ മാച്ച് നടക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് റോയൽ റംബിൾ കണ്ടാലും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്ന് ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളും പല റെസ്ലേഴ്സിലും ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.